ഗൾഫിലൊക്കെ ഉള്ള ഒരുപാട് നഴ്സസ് എസ്പെഷ്യലി യുഎസിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ H1B വിസയുടെ അപ്ഡേറ്റ് വന്നതിന് ശേഷം അവരൊക്കെ വളരെയധികം ഡിസ്ഹാർട്ടൻഡ് ആണ്. എനിക്ക് തോന്നുന്നു പ്രോസസിന്റെ പകുതിക്ക് വെച്ചൊക്കെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എനിക്ക് തോന്നുന്നു അവർക്ക് ഇപ്പോൾ നല്ലൊരു ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ആഫ്ര മാത്രമേ ഉള്ളൂ, ഇഫ് ഐ എം നോട്ട് റോങ്. ആക്ച്വലി USA ഓൾറെഡി രജിസ്ട്രേഷൻ എടുത്ത നഴ്സസും അതുപോലെ US NCLEX ഓൾറെഡി ക്ലിയർ ചെയ്ത നഴ്സസിന് ഓസ്ട്രേലിയയിൽ ഒരു ഗുഡ് ന്യൂസ് ഉള്ളത് എന്താണെന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയൻ NCLEX അവർക്ക് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് NCLEX ഓൾറെഡി ക്ലിയർ ചെയ്ത കാൻഡിഡേറ്റ്സിന് ഈ സ്കോർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും ഓസ്ട്രേലിയയിലേക്ക്. അങ്ങനെയുള്ള നഴ്സസിന് ഓസ്കി മാത്രം എഴുതിയാൽ മതി. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും കൂടെ സബ്മിറ്റ് ചെയ്താൽ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ കിട്ടും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ USA ഇപ്പം H1B വിസയുടെ ഇഷ്യൂ കാരണം ഇനിയിപ്പോൾ USA പോസിബിൾ അല്ല. UK, അയർലൻഡ് അവിടെ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയി. സോ ഓസ്ട്രേലിയ ആണ് ഇപ്പം വെസ്റ്റേൺ കൺട്രീസിൽ ആക്റ്റീവ്ലി നഴ്സസിനെ റിക്രൂട്ട് അല്ലെങ്കിൽ ഹയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ഇപ്പം അപ്ലൈ ചെയ്യാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും ഇതിന്റെ പ്രോസസ്സും എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട്. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്പ് ഔട്ട് ചെയ്തു. ഞങ്ങൾക്ക് ഒരു ടീം ഓഫ് എക്സ്പെർട്ട് കൗൺസിലേഴ്സ് ഉണ്ട്. അവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന ക്ലയൻസിനെല്ലാം അവരുടെ പ്രൊഫൈൽ സ്റ്റഡി ചെയ്തിട്ട് എലിജിബിലിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയ ഓപ്ഷൻസ് സജസ്റ്റ് ചെയ്ത് അതനുസരിച്ച് ഗൈഡ് ചെയ്യുന്നതായിരിക്കും.